നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കരുവാറ്റയിൽ 67-കാരനായ വയോധികനെ കൊലപ്പെടുത്താൻ ആസൂത്രണം നടത്തി ആ കൊലപാതക പദ്ധതി വിജയിപ്പിക്കുന്ന 13-കാരിയായ കൊച്ചുമകൾ. ഈ കൊലപാതകത്തിൽ അവൾക്കൊപ്പം ചേർന്ന 3 കൗമാരക്കാർ. അതിലപ്പുറം വലിയ ക്രിമിനൽ വാസനയാണ് ഈ കുട്ടിക്കുറ്റവാളികൾ നടത്തിയിരിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ എങ്ങനെ ഇത്ര വലിയ ഒരു ക്രൂരത ഒളിഞ്ഞിരുന്നു? കരുവാറ്റയിലെ ഈ കൊലപാതകത്തെക്കുറിച്ച് നമ്മൾ നിരവധി വീഡിയോകൾ കേട്ടു, നിരവധി വാർത്തകൾ കേട്ടു. എന്നാൽ അതിലപ്പുറം ഒളിഞ്ഞിരിക്കുന്ന പലതും ഈ സംഭവത്തിന് പിന്നിലുണ്ട്. പ്രേക്ഷകർ ഈ വാർത്ത കേൾക്കണം. കരുവാറ്റയിലെ 67-കാരനായ ആ മുത്തശ്ശൻ ശിവൻകുട്ടി ബാഡ് ടച്ചിൻ്റെ പേരിൽ ഇപ്പോൾ ആക്ഷേപം കേൾക്കുന്നു. പെൺകുട്ടി പറയുന്ന ആ ബാഡ് ടച്ചിൽ എത്രമാത്രം സത്യമുണ്ട്? എന്നാൽ ആ 4 കുട്ടിക്കുറ്റവാളികളും ഈ കൊലപാതകത്തിന് പിന്നാലെ നടത്തിയ അതിഗുരുതരമായ ക്രിമിനൽ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് 14-ാം തീയതി ശിവൻകുട്ടിയുടെ മകൾ പ്രസവത്തിനായി പോകുന്നു. ഒപ്പം ശിവൻകുട്ടിയുടെ ഭാര്യയും. തൊട്ടടുത്ത ദിവസമാണ് കരുവാറ്റയിലെ വാടക വീട്ടിൽ വെച്ച് കൊലപാതകികൾ ശിവൻകുട്ടിയെ നിർദ്ദയം കൊന്നൊടുക്കുന്നത്. 17-ാം തീയതി രാവിലെ കൊലപാതക വിവരം പുറത്തെറിഞ്ഞു. അപ്പോഴൊക്കെ ആശുപത്രിയിൽ മകൾക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഒടുവിൽ ആ വയോധികനെ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചതും ഇതേ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രസവ വാർഡിൽ പേരക്കുഞ്ഞിൻ്റെ വരവും കാത്തിരിക്കുന്ന ഒരമ്മ. ഗർഭിണിയായ തൻ്റെ മകൾക്ക് അമ്മ കൂട്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം കാത്ത് ചലനമറ്റ് കിടക്കുന്ന ഭർത്താവിൻ്റെ മൃതദേഹം. പോസ്റ്റ്മോർട്ടം പൂർത്തിയായി എന്ന വിവരം അറിഞ്ഞയുടൻ അവർ ഭർത്താവിനെ ഒന്ന് കാണാൻ പ്രസവ വാർഡിൽ നിന്നോടി മോർച്ചറി വരാന്തയിലെത്തി. ഭർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. പിന്നീട് കയ്യിലിരുന്ന തോർത്തുകൊണ്ട് മുഖം പൊത്തിക്കരഞ്ഞു. കൊച്ചുമകൾ ജനിച്ച വിവരം പറയാനാകാതെ അമ്മ വെങ്ങിപ്പൊട്ടി. 67-കാരനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ച് തന്നെ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൈകളും കാലുകളും പിന്നിലേക്ക് വലിച്ചു കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. വായിൽ തുണി തിരുകിയതിനു ശേഷം തുണി ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊല നടത്തിയത്. ആ വയോധികനെ അതിക്രൂരമായി മർദ്ദിക്കുകയും തല ചുവരിലിടിക്കുകയും ചെയ്തു. ശരീരമാസകലം പരിക്കുകളുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തു പറയുന്നു. കൈകളും കാലുകളും പിന്നിലേക്ക് വലിച്ചു കെട്ടി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 13-കാരിയായ പെൺകുട്ടി, അവളുടെ കാമുകന് 18 വയസ്സ്. അവനൊപ്പം ചേർന്ന മറ്റ് 2 കുട്ടിക്കുറ്റവാളികളുടെ പ്രായവും 17 വയസ്സിന് ചുവടെ. മാഫിയ സംഘങ്ങൾ പോലും അമ്പരക്കുന്ന തലത്തിലാണ് ഈ കുട്ടിക്കുറ്റവാളികളുടെ പിന്നീടുള്ള പെരുമാറ്റവും ശൈലിയും. യാതൊരുവിധ ഭാവവ്യത്യാസവും അവർ പുറത്തു കാട്ടിയില്ല. മുത്തശ്ശൻ്റെ ബാഡ് ടച്ചിനെ കുറിച്ച് പെൺകുട്ടി പരാതി പറയുമ്പോൾ ഈ കൊലപാതകത്തിന് ശേഷം അവരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നുവെന്ന് വേണം നമ്മൾ പരിശോധിക്കാൻ. അവിടെയാണ് ചലനമറ്റ് കിടക്കുന്ന ശിവൻകുട്ടിയെ ഇനിയും ആക്ഷേപിക്കരുത് എന്ന് കേരളത്തോട് നമുക്ക് പറയാൻ. ഈ കേസിൽ പോലീസിൻ്റെ പിടിയിലായാലും അന്വേഷണം വഴിതെറ്റിക്കുകയായിരുന്നു ഈ കൊലപാതകികളുടെ ലക്ഷ്യം. പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി നൽകണമെന്ന് അവർ 4 പേരും കൃത്യമായി പഠിച്ചു വെച്ചു. 3 വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ നിന്നാണ് 3 ആൺകുട്ടികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരസ്പരം ബന്ധപ്പെടാൻ യാതൊരുവിധ സമയവും അവർക്ക് ലഭിക്കാൻ ഇടവരരുത് എന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. എന്നാൽ 3 പേരും പോലീസിന് മുന്നിൽ ഒരേ കഥ തന്നെ ആവർത്തിക്കുന്നു. ഒപ്പം പെൺകുട്ടിയും ആദ്യം പോലീസ് പിടിയിലായപ്പോൾ ഈ കഥ പറയാൻ ശ്രമിച്ചു. എന്തിനാണ് ഹരിപ്പാട് എത്തിയത് എന്ന പോലീസിൻ്റെ ചോദ്യത്തിന് 3 ആൺകുട്ടികളും ഒരേ ഉത്തരം. പെൺകുട്ടിക്ക് വയറ്റിൽ മുഴയുണ്ടെന്നും ഇതിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് പണം നൽകാനാണ് തങ്ങൾ കരുവാറ്റയിലെത്തിയതെന്നും അവർ മൊഴി നൽകി. പെൺകുട്ടി തൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ അയച്ചു തന്നതും വീഡിയോ കോൾ ചെയ്തതുമൊക്കെ ഇതിനു വേണ്ടിയാണ് എന്ന 3 പേരുടെയും മൊഴി. എന്നാൽ ഇതിനേക്കാൾ ഭയാനകമായ ഒരു മൊഴി ആ പെൺകുട്ടി പോലീസിന് നൽകി. മുത്തശ്ശൻ്റെ കൊലപാതകത്തിന് പിന്നിൽ തൻ്റെ പിതാവാണ് എന്ന സൂചനയാണ് പെൺകുട്ടി പോലീസിന് നൽകിയത്. ആ വീട്ടിൽ രാത്രി ഞങ്ങൾ 3 പേരും എത്തി. പണം നൽകി തിരിച്ചു പോന്നതല്ലാതെ കൊലപാതകത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്ന മൊഴി 3 പേരും പോലീസിന് മുന്നിൽ ഒരേപോലെ ആവർത്തിക്കുന്നു. പോലീസിനെ അത്ഭുതപ്പെടുത്തുന്നത് 3 പേരും ഉപയോഗിച്ച വാക്കുകൾ ഉൾപ്പെടെ ഒരേ രീതിയിലും ഒരേ ശൈലിയിലുമുള്ള മൊഴി. എന്നാൽ പെൺകുട്ടിയെ ശാസ്ത്രീയ ചോദ്യം ചെയ്യലിന് വിധേയയാക്കിയപ്പോൾ അവൾ പരിഭ്രമിച്ചു. ഒടുവിൽ നടന്നതൊക്കെ പോലീസിന് മുന്നിൽ അവൾ തുറന്നു പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആ വയോധികനെ കൊലപ്പെടുത്താനുള്ള പദ്ധതി തങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു. മുത്തച്ഛനെ കൊലപ്പെടുത്തണമെന്ന് തൻ്റെ ആൺ സുഹൃത്തിനോട് താൻ ആവശ്യപ്പെട്ടു.
ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശമാണ് താൻ നൽകിയത്. കൊലപ്പെടുത്തുക മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങളും പണവും അപഹരിക്കണമെന്ന നിർദ്ദേശവും താൻ നൽകി. കൊല്ലപ്പെട്ട വയോധികന്റെ ഇളയ മകളുടെ ആദ്യ ഭർത്താവാണ് പെൺകുട്ടിയുടെ പിതാവ്. പിതാവും മുത്തച്ഛനും തമ്മിൽ നേരത്തെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. തൻ്റെ പിതാവിന് മുത്തച്ഛനോട് പകയുണ്ടെന്നും ഒരുപക്ഷെ പിതാവായിരിക്കാം മുത്തച്ഛൻ്റെ കൊലപാതകത്തിന് പിന്നിലെന്നും പെൺകുട്ടി മൊഴി നൽകുന്നു. തൻ്റെ പിതാവിനെ കുടുക്കി ആൺസുഹൃത്തിനെ രക്ഷപ്പെടുത്താനുള്ള അവളുടെ തന്ത്രം. എന്നാൽ പെൺകുട്ടിയും ആൺസുഹൃത്തും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും വാട്സാപ്പ് ചാറ്റുകളും നിരത്തി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പെൺകുട്ടി പരുങ്ങി. പോലീസിന് മുന്നിൽ ഏറെ വെല്ലുവിളികൾ. പ്രതികൾ കുട്ടികളായതുകൊണ്ട് ചോദ്യം ചെയ്യലിനും കസ്റ്റഡിയിലെടുക്കുന്നതിനും നിയമപരമായ ഒട്ടേറെ കർശന നിയന്ത്രണങ്ങൾ. യാതൊരുവിധ ബലപ്രയോഗങ്ങളും പാടില്ല. പ്രതികളാണെന്ന് 100% കുറ്റം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ കസ്റ്റഡി നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ. പെൺകുട്ടിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉൾപ്പെടുന്ന മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമെന്ന് പോലീസ് പറയുന്നു. ഇക്കഴിഞ്ഞ ദിവസം സാമൂഹിക നീതി വകുപ്പിൻ്റെ സംരക്ഷണ കേന്ദ്രത്തിലാണ് പെൺകുട്ടിയെ പാർപ്പിച്ചത്. ഇന്നലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി. ഈ കേസിൽ പരമാവധി പെൺകുട്ടിക്ക് ലഭിക്കാവുന്ന ശിക്ഷ വെറും 3 വർഷം മാത്രം. അതും 3 വർഷം സംരക്ഷണ കേന്ദ്രത്തിലെ താമസം. 16-17 പ്രായത്തിലുള്ള മറ്റ് 3 പേരെ മുതിർന്നവരായി പരിഗണിച്ച് വിചാരണ നടത്തിയാലും വധശിക്ഷയോ ജീവപര്യന്തമോ വിധിക്കാൻ പാടില്ല എന്നാണ് നിയമം. തടവ് ശിക്ഷ ലഭിച്ചാൽ പോലും 21 വയസ്സ് പൂർത്തിയാകുന്നതുവരെ അവരെ സംരക്ഷണ കേന്ദ്രത്തിലാണ് താമസിപ്പിക്കേണ്ടത്. 18 വയസ്സിന് താഴെയുള്ളവർ പ്രതികളായാൽ കേസുകളുടെ ജുഡീഷ്യൽ ചുമതല ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്. ഒരു മജിസ്ട്രേറ്റും 2 ജുഡീഷ്യൽ അംഗങ്ങളുമുള്ള ബോർഡിന് പരമാവധി വിധിക്കാവുന്ന ശിക്ഷ 3 വർഷം മാത്രം. കരുവാറ്റയിൽ 67കാരനെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ 3 ആൺകുട്ടികളും കൊലപാതകത്തിന് തൊട്ടടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിൽ വളരെ കൂളായി എത്തി. ഇതും പോലീസ് സംഘത്തെ അമ്പരപ്പിക്കുന്നു. കൃത്യം നടന്നതിൻ്റെ പിറ്റേ ദിവസം മറ്റൊരാവശ്യത്തിനാണ് അവർ കൊല്ലം പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഇത്രയും ചെറിയ പ്രായത്തിൽ അതിക്രൂരമായ കൊലപാതകം നടത്തിയിട്ടും 3 പേരുടെ മുഖത്തും യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ല. 15 രാത്രി അതിക്രൂരമായ കൊലപാതകം നടത്തിയതിനു ശേഷം ഇവർ 16 പുലർച്ചെ പരവൂരിലെത്തി. കരുവാറ്റയിൽ നിന്ന് കവർന്ന സ്വർണ്ണാഭരണങ്ങളിലൊന്ന് വിൽക്കാൻ തീരുമാനിച്ചു. പിന്നീട് വിൽപ്പന വേണ്ട, പണയം വെച്ചാൽ മതി എന്ന് 3 പേരും കൂടി എടുത്ത തീരുമാനം. അതിനനുസരിച്ച് പരവൂർ കല്ലുകുന്ന് സ്വദേശിയായ ഒരു സുഹൃത്തിനെ മാല ഏൽപ്പിക്കുന്നു. അതേ ദിവസം പാരിപ്പള്ളി കല്ലുവാതുക്കൽ സ്വദേശിനിയായ 19കാരി ഈ സുഹൃത്തിനൊപ്പം വീട് വിട്ടിറങ്ങുന്നു. 19കാരിയെ കാണാനില്ല എന്ന പരാതി ബന്ധുക്കൾ പോലീസിന് കൈമാറി. തുടർന്ന് പ്രതികളുടെ സുഹൃത്തായ കല്ലുകുന്ന് സ്വദേശിയെ സ്റ്റേഷനിലേക്ക് പോലീസ് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴാണ് വീട് വിട്ടിറങ്ങിയ 19കാരിയായ പെൺകുട്ടിക്കും സുഹൃത്തിനുമൊപ്പം 3 പ്രതികളുമെന്ന് പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഇതിന് തൊട്ടടുത്ത ദിവസമാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. കൊലപാതക വിവരം അറിഞ്ഞ പ്രതികൾ ഈ ആൺകുട്ടികളാണ് എന്ന് മനസ്സിലാക്കിയ പാരിപ്പള്ളി പോലീസ് പോലും ഞെട്ടിപ്പോയി. പുലർച്ചെ 3 പ്രതികളും പിടിയിലായി. കരുവാറ്റയിലെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട 3 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല തുടർന്ന് പരവൂർ കല്ലുംകുന്ന് സ്വദേശിയായ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുന്നു. പ്രതികളിൽ ഒരാളുടെ അമ്മയുടെ മാലയാണെന്നും ചികിത്സയ്ക്ക് വേണ്ടി പണയം വയ്ക്കാൻ സഹായിക്കണമെന്നും പറഞ്ഞാണ് മാല തൻ്റെ കൈവശം ഏൽപ്പിച്ചത് എന്ന് സുഹൃത്ത് പോലീസിന് മൊഴി കൊടുത്തു. പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ 3 ആൺകുട്ടികളെയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ അവരുടെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ല. എന്തോ വീരകൃത്യം ചെയ്ത മട്ടിൽ അവരവിടെ നിൽക്കുന്നു. ചോദ്യം ചെയ്യലിനെത്തിയ വനിതാ SIയെ കണ്ട മാത്രയിൽ പെൺകുട്ടി ഓടിച്ചെന്നവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നു. എന്നെ സ്നേഹിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ആൻറ്റിയെപ്പോലൊരമ്മ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ആയി പോകില്ലായിരുന്നു. പഠിച്ച കള്ളിയാണ് പെൺകുട്ടിയെന്ന് സമൂഹ മാധ്യമങ്ങളിൽ കമൻറ്റുകൾ ഉയരുന്നു. സ്വന്തം വീട്ടിലെ മോഷണം ആസൂത്രണം ചെയ്തതും മുത്തച്ഛനെ കൊലപ്പെടുത്തണമെന്ന് സുഹൃത്തിന് കർശന നിർദ്ദേശം നൽകിയതും താനാണ് എന്ന് സമ്മതിച്ച പെൺകുട്ടി സിമ്പതി പിടിച്ചു വാങ്ങാൻ പോലീസിന് മുന്നിൽ നടത്തുന്ന നാടകങ്ങൾ. യാതൊരുവിധ കുറ്റബോധവുമില്ലാതെയാണ് അവർ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത് എന്ന് പോലീസ് സംഘം പറയുന്നു. പ്രശ്നങ്ങൾ നിറഞ്ഞ കുടുംബാന്തരീക്ഷവും ചിൽഡ്രൻസ് ഹോമിലും ബന്ധുവീടുകളിലും മാറി മാറിയുള്ള താമസവും കുട്ടിയുടെ മാനസിക നിലയെ ബാധിച്ചിട്ടുണ്ടാവാം എന്നാണ് പോലീസിന്റെ നിഗമനം. കുടുംബത്തിലെ സാഹചര്യങ്ങളും വ്യക്തിപരമായ വൈരാഗ്യവുമാണ് മുത്തച്ഛനെ കൊലപ്പെടുത്താനെടുത്ത തീരുമാനത്തിന് പിന്നിലെന്ന് പെൺകുട്ടി ആവർത്തിക്കുന്നു. മൊബൈൽ ഫോൺ ഏറെ നേരം ഉപയോഗിക്കാൻ തന്നെ അനുവദിക്കില്ല.
രാത്രി വൈകി വീട്ടിലെത്തിയാൽ മുത്തശ്ശൻ ശകാരിക്കും. എനിക്ക് കുട്ടിക്കാലത്ത് സ്നേഹം കിട്ടിയിട്ടില്ല. മുത്തശ്ശൻ ഒരുപാട് വിലക്കുകൾ എനിക്ക് മുന്നിൽ നിരത്തി. പെൺകുട്ടിക്ക് കൂടുതൽ ആൺസുഹൃത്തുക്കൾ ഉണ്ടായിരുന്നതും വീട്ടിൽ രാത്രി വൈകി എത്തുന്നതുമൊക്കെ മുത്തശ്ശൻ കർക്കശമായി വിലക്കി. ഇതാണ് ശിവൻകുട്ടിയോട് കടുത്ത പകയ്ക്ക് അവളുടെ കാരണം. ഈ പക തീർക്കാൻ സുഹൃത്തുക്കളുടെ സഹായം തേടുകയായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് തന്നെ ആസൂത്രണം ചെയ്ത കൊലപാതകം. ആദ്യം വിഷം നൽകി കൊലപ്പെടുത്താനായിരുന്നു തീരുമാനം. പിന്നീട് വാഹനമിടിപ്പിച്ച് കൊല്ലാൻ. അതിനുശേഷം വീടിൻ്റെ മച്ചിൽ കയറി വലിയ പാറക്കല്ല് താഴേക്കിട്ട് മുത്തശ്ശനെ കൊലപ്പെടുത്താൻ അവരെടുത്ത അടുത്ത തീരുമാനം. 8ാം ക്ലാസ്സുകാരി തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെ മുഖ്യ ആസൂത്രക എന്ന് തുടക്കത്തിൽ തന്നെ പോലീസ് തിരിച്ചറിഞ്ഞു. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ സമർത്ഥമായ ഇടപെടലാണ് പോലീസിന് കൃത്യമായ തെളിവ് ലഭിക്കാനുള്ള കാരണം. എന്നാൽ കൊലപാതകം നടത്തിയ കൗമാരക്കാർ പിടിയിലാകുന്നതുവരെ 8ാം ക്ലാസ്സുകാരിയെ കസ്റ്റഡിയിലെടുക്കാതെ പോലീസ് ശക്തമായ നിരീക്ഷണം ആരംഭിച്ചു. പെൺകുട്ടിയോട് പല പ്രാവശ്യം അവർ വിവരങ്ങൾ തിരക്കി. എങ്കിലും കുറ്റകൃത്യങ്ങളിലെ പങ്കാളിത്തം മനസ്സിലായില്ല എന്ന വിധത്തിൽ പോലീസ് ആ പെൺകുട്ടിയോട് പെരുമാറിയിരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ നാടാണ്. പോലീസിന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് സേനയ്ക്കറിയാം. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദം. പിന്നീട് അതീവ രഹസ്യമായി പോലീസ് സംഘം നീങ്ങി. തിങ്കളാഴ്ച രാവിലെ കൊലപാതകം പുറത്തറിയുന്നതിന് തൊട്ടു പിന്നാലെ ഈ പെൺകുട്ടിയിലേക്ക് പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ സംശയം നീണ്ടു. ശനിയാഴ്ച രാവിലെ മുത്തശ്ശൻ പുറത്തുപോയി എന്നും അടുത്ത ദിവസം 2 പ്രാവശ്യം തിരിച്ചെത്തി ശിവൻകുട്ടി ചെട്ടിയാരെ താൻ അന്വേഷിച്ചുമെന്നാണ് പെൺകുട്ടി ആദ്യം പോലീസിന് മൊഴി നൽകിയത്. വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി എന്നും കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു താമസമെന്നും കുട്ടി പോലീസിനോട് പറഞ്ഞു. തൻ്റെ മൊഴിയിൽ പെൺകുട്ടി ഉറച്ചു നിന്നു. പിന്നീട് വീട്ടുകാർക്കൊപ്പം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പെൺകുട്ടി പോകുന്നു. അവിടെ പ്രസവത്തിന് പ്രവേശിപ്പിച്ച ബന്ധുവിന് രാത്രിയിൽ കൂട്ടിരുന്നു. അതേസമയം ഒരു പോലീസ് ഉദ്യോഗസ്ഥ മഫ്തിയിൽ വാർഡിലുണ്ടായിരുന്നത് പെൺകുട്ടി അറിഞ്ഞിരുന്നു. ആ രാത്രി പോലീസ് ഉറങ്ങിയില്ല. അവർ ശക്തമായ നിരീക്ഷണവും അന്വേഷണവും തുടർന്നു. പെൺകുട്ടിയുടെ ഫോൺ വിളികളിൽ നിന്നും കൂട്ടുകാരികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ നിന്നും കൊല്ലത്തെ കൂട്ടുകാരെപ്പറ്റി പോലീസിന് വിവരം ലഭിച്ചു. പോലീസ് പരവൂരിൽ പുലർച്ചെയെത്തി ആൺകുട്ടികളെ തിരിച്ചറിഞ്ഞു. കൊലപാതകത്തിന് ശേഷം നാട്ടിലെത്തി സാധാരണ പോലെ സുഹൃത്തുക്കളുടെ വീടുകളിൽ അവർ താമസിക്കുന്നു. യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ല. കുറ്റാരോപിതരിൽ ഒന്നാമനായ +2കാരനെ ആദ്യം പോലീസ് ചോദ്യം ചെയ്തു. പെൺകുട്ടി കുറ്റസമ്മതം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവനെ പോലീസ് ചോദ്യം ചെയ്തത്. പോലീസിൻ്റെ ശക്തമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവൻ ഇടയ്ക്കൊന്ന് പതറി. പിന്നീട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ പോലീസ് ഓടിച്ചിട്ട് പിന്തുടർന്ന് പിടിച്ചു. അപ്പോഴതാ ആ കൗമാരക്കാരൻ്റെ അമ്മ പൊട്ടിക്കരയുന്നു. എൻ്റെ കുഞ്ഞ് ഒരു കാരണവശാലും ഒരു കൊലപാതകം നടത്തില്ല, അതിനവന് കഴിയില്ല. ആൺസുഹൃത്തിനെ വിശദമായി ചോദ്യം ചെയ്ത് അവൻ കുറ്റസമ്മതം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് പെൺകുട്ടിയെ മാറ്റി നിർത്തി പോലീസ് ഉദ്യോഗസ്ഥ വിശദമായി സംസാരിച്ചത്. ഒടുവിൽ പെൺകുട്ടി തൻ്റെ പങ്കാളിത്തം ഏറ്റുപറഞ്ഞു. കരുവാറ്റയിലെ വീട്ടിൽ നിന്ന് പ്രതികൾ ബോഡി സ്പ്രേ മോഷ്ടിച്ചിരുന്നു. അത് പോലീസ് കുറ്റാരോപിതരുടെ വീട്ടിൽ നിന്ന് പിന്നീട് പിടികൂടി. ഈ കുട്ടികൾ രാസലഹരി ഉപയോഗിക്കുന്നവരാണോ എന്ന സംശയം പോലീസിന് ശക്തമാണ്. എന്തുകൊണ്ടാണ് ആൺകുട്ടികളുമായി പെൺകുട്ടിക്ക് ഇത്ര ശക്തമായ ബന്ധം? കൊല്ലത്തെ താമസമാണ് വയോധികന്റെയും കുടുംബത്തിൻ്റെയും ജീവിതം താറുമാറാക്കിയത്. ഇളയ മകളുടെ വിവാഹമോചനവും പിന്നീട് 2ാം വിവാഹവും. ആദ്യ വിവാഹത്തിൽ പിറന്ന പെൺകുട്ടിയെ മകൾ ശ്രദ്ധിക്കാത്ത അവസ്ഥ. അച്ഛന് ഇരട്ടി പ്രശ്നങ്ങൾ ജീവിതത്തിൽ വർദ്ധിച്ചു. ആ പെൺകുട്ടിക്ക് ക്രിമിനൽ സ്വഭാവമുള്ള നിരവധി ആൺകുട്ടികളുമായി ചങ്ങാത്തം. അസമയത്ത് വീട്ടിൽ നിന്നിറങ്ങിപ്പോക്ക് പതിവാണ്. ഗത്യന്തരമില്ലാതെ ആ വയോധികൻ ആ കുഞ്ഞിനെയും എടുത്ത് വീട്ടുകാരെയും കൂട്ടി കരുവാറ്റയിലേക്ക് തിരിച്ചു. 2 വർഷം മുൻപാണ് കൊല്ലത്ത് നിന്ന് അവർ കരുവാറ്റയിലെത്തിയത്. 10 സെന്റ് സ്ഥലം വാങ്ങി 2 പെൺമക്കൾക്കും ഒരു വീട് വെച്ച് കൊടുക്കുക, അതായിരുന്നു ആ വയോധികന്റെ ജീവിതാഭിലാഷം. ഭാര്യയും മകളും ഭർത്താവും കൊച്ചുമകളുമായാണ് ആ വയോധികൻ കരുവാറ്റയിലെത്തിയത്. 6 മാസം മുൻപ് വീട് പണി തുടങ്ങി. അയൽവാസികളുമായി ആ വയോധികൻ അധികം അടുപ്പമില്ല. കൊല്ലത്തെ കഥകൾ അയൽവാസികൾ അറിയേണ്ട എന്നാണ് വയോധികൻ കരുതിയത്. ഒപ്പം വീണ്ടും കൊല്ലത്തെ പോലെ ആ പെൺകുട്ടിക്ക് ചങ്ങാത്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആ വയോധികൻ ചില മുൻകരുതലുകളും എടുത്തു. അതുകൊണ്ട് അയൽവാസികളിൽ നിന്ന് ബോധപൂർവം അയാൾ മാറി നിന്നു. അയൽവാസികളുമായി അടുപ്പമുണ്ടാക്കാനുള്ള അവസരങ്ങൾ അവർ മനഃപൂർവ്വം ഒഴിവാക്കി. എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിൽ ചെന്നാൽ വാതിൽ പോലും തുറക്കുക വിരളമാണ്. പെൺകുട്ടി വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഒരു മുത്തശ്ശൻ്റെ കരുതൽ.
അതിലപ്പുറം തകർന്ന തരിപ്പണമായ ഒരു കുടുംബത്തെ വീണ്ടും കോർത്തിണക്കാനുള്ള ആ വയോധികന്റെ പരിശ്രമം. ഗൃഹനാഥൻ കൊല്ലപ്പെട്ടതിന് ശേഷവും തൊട്ടടുത്ത ദിവസം ആ വീടിന് പരിസരത്തെത്തി മടങ്ങുന്ന കൊച്ചുമകൾ. തൊട്ടടുത്ത കടയിൽ നിന്ന് അവൾ ചിപ്സ് വാങ്ങി കൂട്ടുകാർക്കൊക്കെ നൽകി ആഘോഷമായാണ് മടക്കം. തനിക്കൊരു ഐഫോൺ വാങ്ങണം, കൗമാരക്കാരനായ ആൺസുഹൃത്തിന് ബൈക്കും. ഇതായിരുന്നു അവളുടെ ലക്ഷ്യം. അതിലപ്പുറം താൻ മനസ്സിൽ ശത്രുവായി കരുതിയ മുത്തശ്ശനെ കൊലപ്പെടുത്തുക. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയിൽ നമ്മൾ കാണുന്ന ഈ കുറ്റവാസന അത് കേരളത്തെ ശരിക്കും ഭയപ്പെടുത്തുന്നു. നിരന്തര കള്ളം പറയുക, മോഷണ സ്വഭാവമുണ്ടായിരിക്കുക, മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക, ആക്രമണ സ്വഭാവം പുറത്തെടുക്കുക, നിയമങ്ങൾ ആവർത്തിച്ച് ലംഘിക്കുക, മറ്റുള്ളവരുടെ അവകാശങ്ങൾ അവഗണിക്കുക, മൃഗങ്ങളോട് ക്രൂരത കാട്ടുക, തെറ്റ് ചെയ്തതിൽ യാതൊരുവിധ കുറ്റബോധവും ഇല്ലാതിരിക്കുക. ഇത്തരം കുട്ടികളെ വളരെ കരുതലോടെ വേണം നമ്മൾ സമീപിക്കാൻ. സമൂഹത്തിലെ പല കുട്ടികൾക്കും ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന സത്യം മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയകളാണ് കുട്ടികളെ കുറ്റവാളികളാക്കുന്നത് എന്ന പൊതു തിയറി ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. കുടുംബങ്ങളിലെ സാഹചര്യം തന്നെയാണ് പല കുട്ടികളെയും ക്രിമിനൽ സ്വഭാവമുള്ളവരാക്കി മാറ്റുന്നത്. ഒപ്പം അവരുടെ ചീത്ത കൂട്ടുകെട്ടുകളും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സ്നേഹവും ലഭിക്കാതെ വരുമ്പോൾ ക്രിമിനൽ സംഘങ്ങളിലേക്ക് അവർ ആകൃഷ്ടരാകും. അവിടെ വരുന്ന മെറ്റീരിയൽ പ്ലഷർ അവർ അഭിരമിക്കും. ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അവർ സംഘം ചേർന്ന് നടപ്പിലാക്കും. ഒരുപക്ഷെ മുതിർന്ന ക്രിമിനൽ സംഘങ്ങളെക്കാൾ അതിമൃഗീയമായി. പിയർ ഇൻഫ്ലുവൻസ് എന്ന് തന്നെ ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കണം. റിപ്പോർട്ടുകൾ പ്രകാരം കൊലപാതകത്തിന് ശേഷം യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ലാതെ കടയിലെത്തി ചിപ്സ് വാങ്ങുകയും പിന്നീട് ഓണപ്പരീക്ഷ എഴുതാൻ സ്കൂളിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടിയെയും ആൺകുട്ടികളെയും ഒക്കെ വെള്ളപൂശാൻ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ഇവിടെയാണ് മുത്തച്ഛൻ്റെ ബാഡ് ടച്ച് അവർ കഥയാക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കുക, വളരെ ശക്തമായ വൈകാരിക കണക്ഷൻ മക്കളുമായി മാതാപിതാക്കൾ സൃഷ്ടിച്ചെടുക്കുക. കുട്ടികളിലെ കുറ്റവാസന തടയാനുള്ള ഏക മാർഗം ഇതാണ്. കുട്ടികൾക്ക് എപ്പോഴും വളരെ വ്യക്തമായ ബൗണ്ടറികൾ നിശ്ചയിക്കുക. ശക്തമായ ഡിസിപ്ലിൻ അത് കുടുംബത്തിൻ്റെ ഭാഗമാക്കുക. ഫോണും ഇൻ്റർനെറ്റുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു മേൽനോട്ടം അത് നഷ്ടപ്പെട്ടാൽ കുട്ടികളെ നിങ്ങൾക്ക് നഷ്ടപ്പെടാം. കുട്ടികളുടെ കൂട്ടുകാർ ആരൊക്കെയാണ് എന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുക. എന്തെങ്കിലും അപകട സാധ്യത കണ്ടെത്തിയാൽ യാതൊരുവിധ സങ്കോചവും വേണ്ട. അവരെ കൃത്യമായ കൗൺസിലിങ്ങിന് വിധേയരാക്കുക. കുട്ടികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വയലൻസോ ഭീഷണിയോ കണ്ടാൽ അതിനെ പ്രൊഫഷണൽ ഇൻ്റർവെൻഷനിലൂടെ കൈകാര്യം ചെയ്യണം. എന്നാൽ ഇപ്പോൾ കൊലപാതകത്തിൽ പങ്കാളികളായ ഈ കുട്ടികളെ പ്രായത്തിൻ്റെ പേരിൽ എല്ലാ ആനുകൂല്യങ്ങളും നൽകി പ്രോത്സാഹിപ്പിച്ച് വീണ്ടും സമൂഹത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവർ മറ്റൊരു മാഫിയ സംഘമായി മാറുമോ എന്നും ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിയമം കർശനമാക്കുകയും അതിലപ്പുറം വളരെ കർക്കശത്തോടെ ഈ സംഭവം കാണുകയും ചെയ്യണം നമ്മുടെ നിയമ സംവിധാനങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.